ഇപ്പോ പാർട്ടി അംഗത്വം എടുത്തിരിക്കുകയാണ് BJP-യിലേക്ക്. ഈ ഒരു വരവ് എന്തുകൊണ്ടാണ് ഈ ഒരു പിന്നെ കടന്നു വരവ് പാർട്ടിയിലേക്കുള്ളത്? അല്ല, ഇത് BJP-യിലേക്ക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്റെ നാടിന് എന്തെങ്കിലും നല്ലത് ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. എനിക്ക് എന്റെ നാടിനെ ഇഷ്ടമാണ്. അപ്പൊ അതില് എത്രത്തോളം പുരോഗതി വരണം, എന്തെല്ലാം ഡെവലപ്മെന്റ്സ് വരണം, സ്ത്രീ ശാക്തീകരണം ഉണ്ടാവണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാവുക എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അല്ലാതെ എനിക്ക് ശരിക്കും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നാടിന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ ഇത്രയും വർഷത്തെ അവരുടെ പ്രവർത്തന മേഖല കൊണ്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എൻട്രി ചെയ്തതാണ്. അപ്പൊ ഇത്തവണ നമ്മുടെ തൃപ്പൂണിത്തുറ നഗരസഭ BJP പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലായിടത്തും BJP ജയിക്കട്ടെ എന്ന് ഞാൻ വിജയ ആശംസിക്കുന്നു. ഇന്ന് നല്ലൊരു ദിവസമാണ്. ഇന്ന് തൃക്കാർത്തികയാണ്. അപ്പോ ഇന്ന് ഞങ്ങളിവിടെ സ്ത്രീ ശാക്തീകരണം സംഗമം പോലെയാണ് വന്നത്. അപ്പൊ ആ ദിവസം എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദി. അതിന്റെ എല്ലാ ഭാരവാഹികളോടും ആ സ്ത്രീ ശാക്തീകരണം പോലെ തന്നെ ആ ഡിവൈൻ ഫെമിനൻ എനർജി കൊണ്ട് എല്ലാ BJP അംഗങ്ങളും ജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി, അതായത് നമ്മുടെ മറ്റുള്ള പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് BJP-ക്ക് വളരെ ക്വാളിറ്റിയിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരെയാണ് സ്ഥാനാർത്ഥികളായി കൊണ്ടുവരുന്നത്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പാണെന്ന് കൂടി നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ മറ്റുള്ളവരാകട്ടെ ഗുണ്ടകളെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത സമൂഹത്തിന്റെ വികസനത്തെ നോക്കി കാണാത്ത സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ കൂടുതൽ ഇതുവരെയുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വ്യത്യാസത്തെ, ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, നമ്മളെ മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവരവരുടെ രീതിയിൽ പങ്കെടുക്കട്ടെ, മത്സരിക്കട്ടെ. നമ്മളും നമ്മുടെ നാടിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നു. അതാണ് ഹൈലൈറ്റ്. സോ അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ നാടിനെ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കാനും എന്താ പറയാ, ആരെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ട. എല്ലാവരും മത്സരിക്കട്ടെ. പക്ഷെ എന്റെ അഭിപ്രായത്തില് ഈ പാർട്ടി പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്. ഓരോ മേഖലയിലും പ്രവർത്തിച്ച് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ഇതിന്റെ ഭാഗമാവാൻ തോന്നിയത്. മത്സരരംഗത്തേക്ക് കടന്നു വരാൻ താല്പര്യമുണ്ടോ? തൽക്കാലമില്ല. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല, ഞാനൊരു കലാകാരിയാണ്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ രാഷ്ട്രീയം ഇല്ലാതിരുന്നാൽ അതിന്റെ അപകടം ഞാൻ മനസ്സിലാക്കി. അപ്പോ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ രാഷ്ട്രമാണ് പ്രധാനം. അതായത് എന്റെ നാട് സുരക്ഷിതമായിട്ടിരിക്കണം, എന്റെ നാട് പുരോഗതിയിലേക്ക് കുതിക്കണം, എന്റെ നാട്ടിലെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടണം, എന്റെ നാട്ടിലെ തൊഴിൽ രഹിതരുണ്ടാവരുത്, എന്റെ നാട്ടിൽ ധാരാളം തൊഴിൽ സാധ്യതകളും വിദ്യാഭ്യാസ പുരോഗതിയും നല്ല നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും എല്ലാം വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് എൻട്രി ചെയ്തത്. വേറെ ഒന്നുമില്ല, ഒരു ഹിഡൻ അജൻഡാസും ഇല്ല. ഐ എം എ വെരി സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ. Thank you.